മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് അയച്ചത് SNC ലാവ്ലിൻ കേസിൽ വിവേക് കിരണിന്റെ UK-യിലെ വിദ്യാഭ്യാസത്തിന് പണം നൽകിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. ലാവ്ലിൻ കമ്പനിയുടെ ഇടനിലക്കാരനായിരുന്ന ദിലീപ് രാഹുലിനാണ് പണം നൽകിയത്. ലാവ്ലിൻ അഴിമതിയിൽ 2020-ലാണ് ED ECIR രജിസ്റ്റർ ചെയ്തത്. മുഖ്യമന്ത്രിയുടെ മകന് ED നോട്ടീസ് അയച്ചത് ലൈഫ് മിഷൻ കേസിലെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വിവരം. SS ശരൺ വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ എന്തിനായിരുന്നു ED സമൻസ് എന്നതിൽ വ്യക്തത വരികയാണോ? എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് നോട്ടീസ് നൽകിയത്, ED നോട്ടീസ് നൽകിയത് അത് ലൈഫ് മിഷൻ കേസിലാണെന്നുള്ള വിവരമാണ് നേരത്തെ പുറത്തു വന്നിരുന്നത്. എന്നാൽ അത് തെറ്റാണെന്ന് സ്ഥിരീകരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മറിച്ച് നോട്ടീസ് നൽകിയിരിക്കുന്നത് ലാവ്ലിൻ കേസിൽ എന്നുള്ള ആണ് ഏറ്റവും ഒടുവിലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. 2020-ലാണ് ലാവ്ലിൻ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്, അതായത് ECIR അതുമായി ബന്ധപ്പെട്ട് ED രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം 2023-ലാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതിന് കാരണമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഇതാണ്. അതായത് നേരത്തെ ഈ ലാവ്ലിനും ഇടപാടുമായി ബന്ധപ്പെട്ട ECIR രജിസ്റ്റർ ചെയ്യുന്നതിന് പിന്നാലെ മൊഴിയെടുപ്പ്, ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. അങ്ങനെ മൊഴിയെടുപ്പ് നടക്കുന്നതിനിടയിലാണ് പ്രധാനപ്പെട്ട ഒരു മൊഴി EDക്ക് ലഭിച്ചിരുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന്റെ UK-യിലെ വിദ്യാഭ്യാസത്തിന്, MBA പഠനത്തിന് പണം നൽകിയെന്നുള്ള മൊഴിയാണ് ലഭിച്ചിരുന്നത്. അത് ലാവ്ലിൻ കമ്പനിയുടെ ഇടനിലക്കാരനായിരുന്ന ദിലീപ് രാഹുലിനാണ് അത്തരത്തിൽ പണം നൽകിയെന്നുള്ള മൊഴി കൂടിയാണ് ലഭിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2023-ൽ ക്ലിഫ് ഹൗസിന്റെ അഡ്രസ്സിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നത്. എന്തായാലും വിവേക് കിരൺ ആ നോട്ടീസ് കൈപ്പറ്റിയിരുന്നില്ല. ഒപ്പം തന്നെ ED ആണെങ്കിൽ തുടർ നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. കേസല്ല എന്ന വ്യക്തതയാണ് ഇപ്പോൾ വരുന്നത്. മുഖ്യമന്ത്രിയുടെ മകന് ED സമൻസ് അയച്ചത് SNC ലാവ്ലിൻ കേസിലായിരുന്നു. വിവേക് കിരണിന്റെ UK-യിലെ വിദ്യാഭ്യാസത്തിന് പണം നൽകിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. ലാവ്ലിൻ കമ്പനിയുടെ ഇടനിലക്കാരനായിരുന്ന ദിലീപ് രാഹുലിനാണ് പണം നൽകിയത്. ലാവ്ലിൻ അഴിമതിയിൽ 2020-ലാണ് ED ECIR രജിസ്റ്റർ ചെയ്തത്. മുഖ്യമന്ത്രിയുടെ മകന് ED നോട്ടീസ് അയച്ച ലൈഫ് മിഷൻ കേസിലെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വിവരം.